പ്രവീൺ മാഷും പിള്ളേരും കലോത്സവ വേദിയിൽ തകർക്കുകയാണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തത്തിൽ ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂൾ കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ്. ആയിഷ എന്ന കുട്ടിയുടെ ജീവിതമാണ് സംഘനൃത്തത്തിന്റെ ആശയം. സ്കൂൾ കലോത്സവത്തിൽ എപ്പോഴും സംഘനൃത്തത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. സംഘനൃത്തം കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കും. അതോടൊപ്പം തന്നെ കളർഫുള്ളാണ് എപ്പോഴും സംഘനൃത്തം. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള കൊച്ചു മിടുക്കികളാണ്. നമുക്ക് ആദ്യം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? അനുഗ്രഹ. മോളുടെയോ? വൈഗ, ലെന, നിസി, നന്ദന, മീനാക്ഷി, ലക്ഷ്മിപ്രിയ. ഏത് സ്കൂളാണ്? സെന്റ് ജോസഫ്. നല്ല സുന്ദരികളായിട്ടുണ്ട്. ആദ്യം തന്നെ പറയണം, മൊത്തത്തിൽ കോസ്റ്റ്യൂം ആണെങ്കിലും പാൽക്കൂടാണ് ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ സുന്ദരികളായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഘനൃത്തത്തിന് ഞാൻ ഇങ്ങനെ കോസ്റ്റ്യൂം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ കോസ്റ്റ്യൂമിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ നല്ലതായി. ഒരു മുസ്ലിം ക്യാരക്ടറാണ് ഉദ്ദേശിക്കുന്നത്. ആയിഷ എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഞങ്ങളിവിടെ കളിച്ചത്. നമുക്ക് പുറത്ത് നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. എന്താണ് ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ദൂരെ നിന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഒരു നാടോടി നൃത്തത്തിന്റെ പാട്ട് പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കൂടുതലിനെ കുറിച്ച് അത് പറയാമോ? ആര് വേണമെങ്കിലും സംസാരിച്ചോ. ആയിഷ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ബാല്യകാലം മുതൽ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളുടെ യാതനകളാണ് ഈ ഒരു കൊച്ചു ബാലികയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത് പ്രശസ്ത കവിയായിട്ടുള്ള വയലാർ രാമവർമ്മയുടെ ഒരു ഖണ്ഡകാവ്യമാണ് ആയിഷ. അതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ്. അതാണ് ഗ്രൂപ്പ് ഡാൻസ് രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ്? 10 മിനിറ്റ്. പല മക്കളും വയ്യാതെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടതാണ്. കുഴഞ്ഞു വീണ് ശ്വാസം മുട്ടലൊക്കെ ആയല്ലേ പല. അതെ അതെ, ഭയങ്കര വിഷമമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. പക്ഷെ അവർ സ്റ്റേജിൽ സത്യം പറഞ്ഞ തീപ്പൊരിയായിരുന്നു എന്ന് തന്നെ പറയാം. തീപ്പൊരിയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. ഇതിന്റെ പിന്നിലെ കൈകൾ ആരുടെയാണ്? എനിക്കതാണ് അറിയേണ്ടത്. ഞങ്ങളുടെ പ്രവീൺ സാറിന്റെ, ഞങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും എല്ലാവരും, ഞങ്ങളുടെ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും പക്ക സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി കുറെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടാണ് എല്ലാവരും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. നിങ്ങൾ സാറിനൊന്ന് എല്ലാവരോടും ഒന്ന് വിളിക്കുവോ? പ്രവീൺ സാറിനോടുള്ള സ്നേഹമൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണം. സാർ പറയൂ, എന്താണ് പിള്ളേര് ഇത്രയും പെർഫോം ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? ഒരുപാട് സന്തോഷം തോന്നി, അതിനൊപ്പം അഭിമാനം തോന്നി. കാരണം ഇത്രയും വലിയൊരു വേദിയിൽ എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതിൽ വന്നപ്പോൾ ഒരുപാട് അഭിമാനം, ഒരുപാട് സന്തോഷം തോന്നി. നന്നായിട്ട് കളിച്ചു എന്ന് തോന്നിയോ മക്കള്? നന്നായി കളിച്ചെന്ന് തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യം നന്നായി കളിച്ചു. എനിക്ക് നന്നായി കാണാൻ പറ്റിയില്ല, കാരണം ഇവരെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഓടി അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഫുള്ള് കാണാം. പക്ഷെ നന്നായി അവരുടെ മാക്സിമം അവർ കളിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. പിള്ളേർക്ക് വയ്യാണ്ടായി ഇറങ്ങിയപ്പോഴേക്കും ഇതൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമുക്കും കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ ഇത്രയും കാലത്തെ ഒരു പ്രാക്ടീസും അത്രയും ഒരു കഠിന പ്രയത്നം ഉണ്ട് ഇതിന്റെ പിന്നിൽ. ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ആണ്. അപ്പോൾ അത് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ എത്തി നല്ല രീതിക്ക് ചെയ്തു എന്നാണ് നമുക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. അതെ അതെ അതെ, കാരണം അവർ ജൂൺ പകുതിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പ്രാക്ടീസ്. അപ്പോൾ ഇവർ ആദ്യം തൊട്ട് ഇതിനകത്ത് ഡാൻസ് പഠിക്കുന്നവരുണ്ട്, പഠിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യം തൊട്ട് ജൂൺ പകുതിയിൽ തുടങ്ങുന്ന ഇവരെ പഠിപ്പിച്ചെടുത്ത് അത് ഇത്രയും മാസം, അത് നവംബർ വരെ ചിട്ടയായിട്ടുള്ള, അത് ഇതിൽ ടെൻത്തുകാർ കുറേ പേരുണ്ട്. അവരെ ക്ലാസ്സും പോകാതെ അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ക്ലാസ് പോകാതെയൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അതിനൊപ്പം പേരൻസും ടീച്ചേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ സെന്റ് ജോസഫ് സ്കൂളാണ് ആലപ്പുഴ. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും HM ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ല കട്ട സപ്പോർട്ടാണ്. നമ്മുടെ മനസ്സിനെ ഒന്ന് തളർത്തുന്ന രീതിയല്ല, എപ്പോഴും നമുക്ക് പ്രോത്സാഹനമാണ്. അത് തന്നെയാണ് ഇവരുടെ ഈ ഒരു വിജയം ഇവിടെ വന്ന് നിൽക്കാനായിട്ടുള്ള ഒരു കാരണവും. ഇത്രയും കഷ്ടപ്പെട്ടതിൽ ഒരു സന്തോഷം ഉണ്ടോ കളിച്ചു കഴിഞ്ഞപ്പോ? അതെ, തീർച്ചയായും എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പിയാണ്. കോസ്റ്റ്യൂം ഒക്കെ ആരായിരുന്നു ചെയ്തു തന്നത്? ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം എന്നുള്ളൊരു സജഷൻ ആരുടെയായിരുന്നു? സാറാണ്. ഈ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്ന് പറയൂ. അത് ഭയങ്കര രസമായിട്ടുണ്ട്. ആയിഷ എന്ന് പറയുന്നത്, അതായത് വയലാറിന്റെ ഖണ്ഡകാവ്യമാണ് ആയിഷ എന്ന് പറയുന്നത്. അത് പിന്നെ അനശ്വരനായിട്ടുള്ള കാതികൻ സാംബശിവൻ സാർ 200ഓളം വേദികളിൽ അവതരിപ്പിച്ചതാണ്. ഇത് 8ാം ക്ലാസ്സിൽ മലയാളത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം എൻ്റെ അമ്മയാണ് എന്നോട് ഈ ഒരു കാര്യം പറയുന്നത്. പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ കഥാപ്രസംഗം പണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഥാപ്രസംഗം കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊട്ടോമനെന്ന് പറഞ്ഞൊരു ആഴ്ച ചെയ്തിരുന്നു. അപ്പം ഈ കഥ എന്നോട് പറഞ്ഞത്, ഞാനിപ്പോൾ ഈ വർഷം ഇങ്ങനെ ആലോചിച്ച് എടുക്കണമെന്ന് വെച്ചപ്പോൾ അമ്മയാണ് പറയുന്നത് ആയിഷ നല്ലൊരു ഇതായിരിക്കും, എടുത്ത വിജയം ഉണ്ടാകും. കാരണം ഇതുവരെ സംഘനൃത്തത്തിൽ കാണാത്ത റേറ്റാണ്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെയാണെങ്കിൽ ബാങ്ക് വിളിച്ചാണ് ഇവർ തുടങ്ങുന്നത്. അത് തന്നെ വലിയ, കാരണം നമ്മളിപ്പോൾ കണ്ടുവരുന്ന വെച്ചാൽ പഴയ സംഘനൃത്തത്തിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് എല്ലാം മുരുകൻ്റെ കഥ, അല്ല കൃഷ്ണൻ, വിഷ്ണുമായ അങ്ങനെയൊക്കെയുള്ള കഥകളാണ് കുട്ടികൾ ചെയ്തു പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പെൺകുട്ടിയുടെ ജീവിതം തൊട്ട് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെയായിട്ടൊരു കഥ ഇത് ഇവർ പറഞ്ഞ് എന്ന് വെച്ചാൽ അഭിനയിച്ച് കളിക്കുകയാണ്. സ്റ്റെപ്സിനേക്കാൾ കൂടുതൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്. അതിൽ സത്യം പറയാൻ എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ അത് ആ അഭിനയം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.
പറഞ്ഞത് കാര്യമാണ്. കാരണം നമ്മളും പണ്ട് തൊട്ടേ കാണുന്നത് ഏതെങ്കിലും ഇപ്പൊ മുരുകന്റെ ആണ് അല്ലെങ്കിൽ കൃഷ്ണന്റെ ആണ്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവികമായിട്ടുള്ള ഒരു ചരിത്രം അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു കഥയൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഘനൃത്തങ്ങൾ രൂപപ്പെട്ട് വരാറുള്ളത്. ഇത് 29ാമത്തെ വർഷമാണ്. ഞാൻ 29 വർഷമായിട്ട് കലോത്സവ വേദിയിലുണ്ട്, മുടങ്ങാതെ. കൊറോണ ഉണ്ടായിരുന്ന സമയത്ത്, ഇല്ലായിരുന്ന സമയത്ത് മാത്രം ഞാൻ ആദ്യം മത്സരാർത്ഥിയായിട്ടാണ് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ തൃശ്ശൂർ കൊണ്ടുവരുന്നു. അതായത് 2011, 2017 ഈ വർഷം 3 വർഷം തൃശ്ശൂർ. അതൊരു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ട് തോന്നുന്നു, ഭഗവാന്റെ. കാരണം വരുമ്പോഴൊക്കെ ഇനി എനിക്ക് ഹയർ സെക്കൻഡറി ഒരു ടീമുണ്ട്. അപ്പം വന്നവരൊക്കെ അത്യാവശ്യം എ ഗ്രേഡിൽ പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് എടുത്തിരുന്ന ഗുരുവായൂരപ്പൻ തൃശ്ശൂർ വന്നപ്പോൾ എടുത്തിരുന്ന ഗുരുവായൂരപ്പൻ്റെ ടീമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് കപ്പ് ആലപ്പുഴ എടുക്കുവോ? തീർച്ചയായും ഒന്ന് ഉഷാറായിട്ട് പറ, നിങ്ങൾ കപ്പ് കൊണ്ടുപോകുന്നത്. തീർച്ചയായും. അപ്പൊ എന്തായാലും പിള്ളേർ അടിപൊളിയായിട്ട് കളിച്ചു. വെറൈറ്റി ആയിട്ട് സംഘനൃത്തത്തിലൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കഥകളേക്കാൾ കൂടുതൽ ഇപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്ന് കുറച്ചും കൂടി മാറ്റപ്പെടുത്തി വേറെ രീതിയിലൊക്കെ സംഘനൃത്തം വരുമ്പോൾ കാണുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും ക്യാമറാമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.